രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താൻ അല്ലെങ്കിൽ മൈസൂറുകാർ തിരിച്ച് അവരുടെ സാമ്രാജ്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനുള്ള തീരുമാനമുണ്ടായി. അതിൻ്റെ നടപടിയായിട്ട് 1799 ടിപ്പു സുൽത്താൻ വയനാട് തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. പക്ഷേ അതിന് പഴശ്ശി സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് പഴശ്ശി രാജാവ് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ആ യുദ്ധമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് മേധാവി എന്ന് പറയുന്നത് സർ ആർതർ വെല്ലസ്ലി ആയിരുന്നു. 1800 കാലഘട്ടത്തിലാണ് സർ ആർതർ വെല്ലസ്ലി ഉണ്ടായിരുന്നത്. രണ്ടാമത് 1801 കേണൽ സ്റ്റീവൻസൺ ആയിരുന്നു ബ്രിട്ടീഷ് മേധാവി. പഴശ്ശി സൈന്യത്തിൽ മെയിനായിട്ടുണ്ടായിരുന്നത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ, തലക്കൽ ചന്തു എന്നിവരായിരുന്നു. കുറിച്യ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്നത് തലക്കൽ ചന്തു ആയിരുന്നു. യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവർ പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802 ഇത് വയനാടിലെ കാടുകളിൽ നടന്ന യുദ്ധമായതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിനെ ഗൊറില്ല യുദ്ധമെന്നും അറിയപ്പെട്ടിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാർബർ. ഈ തോമസ് ഹാർവേ ബാർബറാണ് പഴശ്ശി മരിച്ചപ്പോൾ ഔദ്യോഗിക ബഹുമതികളോടുകൂടി പഴശ്ശിയെ ആദരിച്ച് അടക്കം ചെയ്തത്. ആ സമയത്ത് ബ്രിട്ടീഷ് സഖ്യത്തെ വിളിച്ചിരുന്നത് കോൽക്കാർ എന്നായിരുന്നു.